നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിയമപരമായി ചന്ദ്രവർമ്മ എന്നെ വിവാഹം കഴിച്ചിട്ടില്ല. അതാ മനുഷ്യനോട് ആവശ്യപ്പെടാനുള്ള ധൈര്യം എനിക്കില്ല. ചന്ദ്രവർമ്മയുടെ മുഴുവൻ സ്വത്തിന്റെയും അവകാശി എന്റെ മകൾ സഞ്ജനയാ. അതാ ഏട്ടാ ഗൗരിയുടെ പിടിവള്ളി. അതിനെന്താ, ആത്മീയ ഗ്രൂപ്പ്സിന്റെ കടിഞ്ഞാൻ ഇപ്പൊ നിന്റെ കയ്യിലായില്ലേ മോളെ? അതിനുവേണ്ടി വലിയ വടംവലിയൊക്കെ നടന്നു. ഒടുവിൽ ചന്ദ്രവർമ്മയുടെ ബന്ധുക്കൾക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു. ചുട്ടുപൊള്ളുന്ന കനൽ പാതയിലൂടെയാ ഞാൻ ചന്ദ്രവർമ്മയിലേക്ക് എത്തുന്നത്. ഇനി അതൊന്നും ഓർക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മോളിപ്പോ നാട്ടിലുണ്ടല്ലേ? അന്ന് മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ ഗോൾഡൻ ജൂബിലിക്ക് അകലെ വെച്ച് ഞാനൊന്ന് കണ്ടിരുന്നു. ഏട്ടൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇവരുടെ 25% ഷെയർ വാങ്ങിയത്. ഷെയർ മാത്രം പോരാ, മംഗലശ്ശേരി തറവാട് നമുക്ക് ഇടിച്ചു നിരത്തണം. നീ ഇവിടേക്ക് എത്തിയില്ലേ മോളെ? ഇനിയെല്ലാം നടക്കും. നമുക്കതിന് കഴിയില്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച പോലും ഉണ്ടാവുമായിരുന്നില്ല. ഞാൻ തറവാട്ടിൽ പോയിരുന്നു. അവിടെ മംഗലശ്ശേരിക്കാര് വിളക്ക് വെക്കലും പൂജയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചെയ്തു പോയ മഹാപാപങ്ങൾ അവരെ വേട്ടയാടി തുടങ്ങിയെന്നല്ലേ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. നിന്റെ വരവ് അവരെ വല്ലാതെ ഭയപ്പെടുത്തി തുടങ്ങി. നീ ഗൗരി നന്ദനെയാണെന്ന സത്യം ഒരിക്കലും അവരുടെ മനസ്സിൽ പോലും ഉണ്ടാവില്ല. ഇപ്പൊ അവരത് അറിയാതിരിക്കുന്നതാ നല്ലത്. തറവാട് തിരിച്ചു പിടിക്കല നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതെ, മാണിക്യമംഗലത്തെ ഓരോ തരി മണ്ണിലും നമ്മുടെ കണ്ണീരുണ്ട്. ഗതിയില്ലാത്ത 2 ആത്മാക്കളായി അച്ഛനും വല്യേട്ടനും അവിടെ ഇപ്പോഴും ഉണ്ട്. അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോന്ന് പോലും നമുക്കറിയില്ലല്ലോ ഏട്ടാ. അമ്മ ഇപ്പോഴും ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു മോളെ? ഭ്രാന്തെടുത്ത് അമ്മ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നത് പല രാത്രികളിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് മുന്നിലോ പിന്നിലോ ബ്രേക്കിട്ട് നിൽക്കുന്ന ഒരു വാഹനത്തിന്റെ അലർച്ചയും നിലവിളിയും കേട്ട ഇന്ന് ഞാൻ ഉണരുക. ഇത് ദൈവനീതിയാ. അതിനൊരു ദാക്ഷിണ്യം ഉണ്ടായിക്കൂടാ. ആണെന്നോ പെണ്ണെന്നോ വകഭേദം ഇല്ലാതെ ഒന്നിനെപ്പോലും മംഗലശ്ശേരിയിൽ വെച്ച് പൊറപ്പിക്കരുത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരുടെ കമ്പനി ഒരു PA ആയിട്ടാണ് ഞാൻ കടന്നു കയറിയത്. അതെ, മൂത്തയേട്ടൻ കല്യാണം കഴിക്കേണ്ടിയിരുന്ന പെണ്ണ് PA ആയിട്ട് കൊണ്ട് നടക്കുന്നത് ശത്രുവിനെയാണെന്ന് കവിതയ്ക്ക് അറിയില്ലല്ലോ. തൽക്കാലം ഏട്ടൻ എന്തായാലും അവരുടെ ഭാഗത്ത് തന്നെ നിൽക്ക്. കവിത ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലെന്നാണല്ലോ കേൾക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് കവിതയ്ക്ക് സ്വന്തം വീട്ടുകാരോട് തന്നെ പകയുണ്ടെന്നാ. കമ്പനി അവളുടെ ലക്ഷ്യം. എന്ത് പക? ഇനി അവൾക്കതുണ്ടെങ്കിൽ തന്നെ നമുക്കെന്താ? നമ്മുടെ ശത്രുവിന്റെ ചോര തന്നെയാ അവളുടെ സിരകളിലൂടെ ഓടുന്നത്. എന്നാ തൽക്കാലം ഞാൻ പോട്ടെ ഏട്ടാ. മോളെ ഇനി മാറ്റി നിർത്തണ്ട, അവളെ കൂടെ കൂട്ടിക്കോ. അങ്ങനെ ചെയ്യാം. മല്ലികയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ചെല്ല്, ബാക്കി കാര്യങ്ങൾ ഫോണിലൂടെ ആവാം. ശരി ഏട്ടാ. ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? അമ്മേ, അമ്മോ, ഓടി വാ. അമ്മോ, അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി എന്ത് പറ്റി? ഈശ്വര, കട്ടിൽ നിന്നാണല്ലോ ചേച്ചി താഴെ വീണത്. നീ കരഞ്ഞു ബഹളം വെക്കാതെ സഞ്ജു അച്ഛനും ഉണ്ടോന്ന് നോക്കാമോ? ചേച്ചി ഷോൾഡർ വേദനിക്കുന്നു. എന്താ സ്വാതി? സ്വാതി, എന്താ സ്വാതി? കട്ടിൽ നിന്ന് താഴെ വീണതാ. എന്താ പറ്റിയേ? നീ എഴുന്നേക്കാൻ നോക്കിയോ? സഞ്ജു എന്നെ അണിയിച്ച മോതിരം താഴെ പോയി.
അതെടുക്കാൻ ഞാൻ ശ്രമിച്ചപ്പോഴാ വീണുപോയ. നീ എന്ത് പണിയായി കാണിച്ച്? ആരെങ്കിലും വരുമ്പോ പറഞ്ഞ പോരായിരുന്നോ? ആ കിട്ടി. ദേ കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ? സാരമില്ല സഞ്ജു, എന്റെ കാലുകൾ ശരിക്കും തളർന്നു പോയതാണ് സഞ്ജു. നീ എന്തിനാ അത് തന്നെ ചോദിക്കുന്നത്? സഞ്ജു വെറുതെ ഓരോന്ന് പറഞ്ഞെന്നെ സമാധാനിപ്പിക്കാനാ നോക്കുന്നേ. ഇനിയുള്ള കാലം മുഴുവൻ എനിക്ക് ഈ അവസ്ഥയാണെന്ന് തോന്നുന്നേ. നിന്റെ 2 കാലിനും സയാറ്റിക് നെർവിന് കേട് പറ്റിയിട്ടുണ്ട്. അത് നേരെ അവൻ കുറച്ച് മാസങ്ങളെടുക്കും. നീ ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഞാൻ ചേച്ചിക്ക് കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം. സഞ്ജു, എന്നെ അന്വേഷിച്ച് റോയി പെരേര എന്നൊരാളോട് വന്നോ? റോയി പെരേരയോ? അതാരാ? അയാളൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാ. കവിതകളെമ്മേ പറഞ്ഞത് അയാൾ ഇവിടെ വന്നിരുന്നു. ഓ, അയാള് ഡിറ്റക്റ്റീവ് ആണോ? എന്നോട് അയാള് പറഞ്ഞത് വെഡിങ് പ്ലാനറാന്നാ. ഇപ്പൊ അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ സമയമല്ലാത്തോണ്ട് അയാളെ ഞാൻ ഒഴിവാക്കി വിട്ടു. ഞാൻ അയാളെ കാണാൻ ആഗ്രഹിച്ചതാ. എന്റെ ഫോണിൽ നിന്ന് അയാളുടെ നമ്പർ പോയി. സേവ് ചെയ്ത നമ്പർ എങ്ങനെ ഡിലീറ്റ് ആയി പോയെന്ന് അറിയില്ല. എനിക്ക് അയാളെ ഉടനെ ഒന്ന് കാണണം. നീ എന്തിനാ ഡിറ്റക്റ്റീവിന്റെ സഹായം തേടിയത്? അത് അമ്മുന്റെ ഭർത്താവ് ആരാണെന്ന് കണ്ടുപിടിക്കാനാ. എനിക്ക് ആ മനുഷ്യൻ ആരാണെന്ന് അറിയണം സഞ്ജു. അതിനൊക്കെ ഇനി സമയമില്ലേ? ആദ്യം നീയൊന്ന് എഴുന്നേക്കാനല്ലേ നോക്കേണ്ടത്? അയാൾ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? പിന്നീട് അയാൾ അന്വേഷിച്ചു പോകാൻ പറ്റുമോ? ശരി, ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. അതിനെനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. മനു എനിക്ക് അയാളെ ഏർപ്പാടാക്കി തന്നത്. ഞാൻ അയാളെ കണ്ടിട്ടുകൂടിയില്ല. ഫോൺ കോൾ വഴിയുള്ള ബന്ധമാ. ഞാൻ മനുവിനൊന്ന് വിളിച്ചു ചോദിക്കാം. ഇപ്പൊ നീ സമാധാനമായിട്ട് കിടക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.